2 ദിവസം മുന്നേ നമുക്ക് റേഷൻ കടയിൽ നിന്നും ബാങ്കിൽ നിന്നും മാവേലി സ്റ്റോറിൽ നിന്നൊക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു വില കുറവിൽ. അപ്പം ഇതാ നമ്മൾ സമയത്താണ് നമ്മുടെ അടുക്കളയിലെ ഭരണികളെല്ലാം ഫില്ലായി നിറഞ്ഞിരിക്കുന്നത് കേട്ടോ. എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടുമല്ലോ. അപ്പം നേരത്തെ ഒന്നും അത്ര ക്വാളിറ്റി ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോഴും ക്വാളിറ്റി ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല. ഞാൻ വലിച്ച് പൊളിച്ച് നോക്കുവാണ് കേട്ടോ, എങ്ങനെയുണ്ട്, ഭരണമൊക്കെ മാറി വന്നല്ലേ, കൊള്ളാമോ ഇല്ലയോ എന്നൊക്കെ അങ്ങനെ തപ്പിത്തെറിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം അരി മുതൽ ഉപ്പ് മുതൽ എല്ലാവിധ സാധനം, പഞ്ചസാര, ചായപ്പൊടി ഇല്ല കേട്ടോ, എല്ലാ സാധനങ്ങളും, എന്നാ സോപ്പ് ചീപ്പ് അതൊന്നുമില്ല. പിന്നെ എന്നതാ ഉള്ളത്, ഈ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം ഉണ്ട്. പപ്പടം, വെളിച്ചെണ്ണ, പഞ്ചസാര, കടല, പരിപ്പ്, ചെറുപയർ, പയർ, കടല, അങ്ങനെ എല്ലാ സാധനങ്ങളും. സേമിയ പായസം ഉണ്ട്, ശർക്കര ഉണ്ടായിരുന്നു, അങ്ങനെ മല്ലി, മുളക്, ഈ വക സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് വെയിൽ കണ്ടപ്പം മല്ലി മുളകും നല്ല വെയിലല്ലേ, കഴുകി പെറുക്കി ഇട്ടിട്ട് ഉണക്കി പൊടിപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഓണത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല, അത് കഴിഞ്ഞ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാനും കുഞ്ഞാമിയും കൂടെ ഭയങ്കര പണിപ്പുരയിലാണ് കേട്ടോ. എനിക്ക് ഇതിൻ്റെ കെട്ടഴിക്കാൻ പറ്റത്തില്ല, പക്ഷേ കുഞ്ഞാമി പെട്ടെന്ന് തന്നെ കെട്ടഴിച്ച് തന്നു കേട്ടോ. അപ്പോൾ കഴുകി വാരാമെന്ന് വിചാരിച്ച് അങ്ങനെ വെള്ളത്തിലിട്ടു. ഞാൻ വിചാരിച്ചേ കണ്ടപ്പം വലിയ ചെളിയും പൊടിയും മണ്ണൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ കഴുകി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഒറ്റ പ്രാവശ്യം കഴുകിയാൽ മതി എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ കഴുകി വെക്കുമായിരുന്നേ. അപ്പോൾ ഉണ്ടടാ, അത് അതിൻ്റെ അടി നോക്കുമ്പോഴത്തേക്കും ചീഞ്ഞളിഞ്ഞ് എന്തോക്കെ ഇങ്ങനെ അളിഞ്ഞ് പുളിഞ്ഞ് ചെളി പോലെ കിടക്കുന്നു. അപ്പോൾ പിന്നെ 2 പ്രാവശ്യം ഒന്ന് ഞാൻ കഴുകിയെടുത്തു. നല്ല വെയിലുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഞാൻ കഴുകാൻ ഇറങ്ങിയത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വെയിലും പോയി, എല്ലാം പോയി, കാർമേഘം വന്നങ്ങ് മൂടി. ദൈവമേ, ഞാൻ എന്നെ ചെയ്യുന്നോർത്തു. എല്ലാവരും മല്ലി മാത്രമല്ലേ, മുളക് അങ്ങനെ നല്ല വെയിലുണ്ടെങ്കിലല്ലേ കഴുകുള്ളൂ. ഞാൻ മുളകും കൊണ്ടിട്ട് അങ്ങ് കഴുകി, നല്ല വൃത്തിയാവാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കഴുകിയതാണേ. കഴുകി ലാസ്റ്റ് ഇപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥയാണ് കേട്ടോ. മുളകിട്ട് ഉണങ്ങുന്നുമില്ല, ഒന്നുമില്ല. ഞാൻ കഴുകി അവിടെ എടുത്ത് വെച്ചതായിരുന്നേ. എടുത്ത് വെച്ചപ്പോഴത്തേക്കും ഭയങ്കര മഴയും വന്നു. ഞാൻ എടുത്തുകൊണ്ട് ഓടും. ഇപ്പം ഈ മുളകും മല്ലിയും എടുത്തുകൊണ്ട് ഓട്ടമാണ് എനിക്ക് വരി. കൊണ്ടയിടുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു. ഇത് തന്നെ എനിക്കിപ്പോഴത്തെ പണി കേട്ടോ. അപ്പോൾ ഇതേ കഴുകിയപ്പോൾ ഇതിൻ്റെ വെള്ളം കണ്ടപ്പോൾ നല്ലതാണെന്ന് വിചാരിച്ചേ. കുറച്ച് അടിയിലോട്ട് നോക്കുമ്പോൾ ഈ ചെടിയുണ്ടല്ലോ ഇങ്ങനെ അളിഞ്ഞു പൊളിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ കഴുകേണ്ട അവസ്ഥ വന്നു. അപ്പോൾ എന്തായാലും മുളക് ഒരു പ്രാവശ്യം ഞാൻ കഴുകിയുള്ളൂ കേട്ടോ. മല്ലിയാണ് 2-3 പ്രാവശ്യമൊക്കെ ഞാൻ കഴുകിയത് കേട്ടോ. അപ്പം എല്ലാവരും ഓണത്തിൻ്റെ സമയത്തേക്ക് വേണ്ടിയിട്ട് മുളക് മല്ലിയൊക്കെ പൊടിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവില്ലേ. എനിക്കങ്ങനെ ഓണത്തിൻ്റെ സമയത്തേക്കൊന്നുമില്ല. അങ്ങനെ 2 സ്ഥലത്തു നിന്ന് കിട്ടിയ കാരണം ഞാൻ എല്ലാം കൂടെ കഴുകി പെറുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ 8ൻ്റെ എല്ലാം വലിയ പണി കിട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ കഴുകുകയും ചെയ്തു. കഴുകാതെ അവിടെ വെച്ചാൽ മതിയായിരുന്നു, നല്ല വേനൽക്കാലമായിട്ട് അങ്ങ് കഴുകാൻ തുടങ്ങിയാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പം ഭയങ്കര ഒരു അവസ്ഥയിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. വെയിലില്ലെങ്കിൽ ഇതൊക്കെ എന്ത് ചെയ്യുക, പൂത്ത് കെട്ട് പോയാൽ മൊത്തത്തിൽ പണിയായില്ലേ. അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ വിരിച്ചിട്ട് ചാക്കിനകത്തിരിക്കുമ്പോൾ ഇപ്പം മഴ വരില്ലായിരിക്കും എന്നൊക്കെ നോട്ടം കണ്ടാൽ ഇപ്പം തോന്നും. പക്ഷേ അയ്യോ, മൊത്തം മഴ വന്നു പോയേ.